ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് കേൾക്കാൻ ഒരാളില്ല എന്നതാണ്. അതാണ് ഈ ബ്രൈറ്റ് അക്കാഡമി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കേൾക്കാൻ ഒരു കൂട്ടം ആളുകളും അതോടൊപ്പം പ്രോത്സാഹിപ്പിക്കുവാൻ ഒരു മടിയുമില്ലാത്ത ഒരു വിഭാഗം സജ്ജനങ്ങളും സന്തോഷവും ആഹ്ലാദവും ഉല്ലാസം നിറഞ്ഞ നിമിഷങ്ങളും, ഇതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും മുഹൂർത്തമുള്ള നിമിഷങ്ങളെന്ന് പറയുന്നത്. അതോടൊപ്പം ഒരു ഭാര്യയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സ്വന്തം ഇണ കുറച്ച് നേരം ഇരിക്കുക, സംസാരിക്കുക, ഇണ പറയുന്നത് കേൾക്കുക, ഭാര്യയെ ഭർത്താവ് പ്രോത്സാഹിപ്പിക്കുക, ഒരു പിന്തുണയായി, ഒരു ബാക്ക് ബോണായി ഒരു ഭർത്താവ് വർത്തിക്കുക എന്ന് പറയുന്നതാണ് ഒരു ഭാര്യയ്ക്ക്, ഒരു സ്ത്രീക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. എല്ലാം സാധിക്കുന്ന ഒരിടമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ബ്രൈറ്റ് അക്കാഡമി എന്ന് പറയുന്നത്. വെറും പ്രസംഗം മാത്രമല്ല, പാട്ടും എൻജോയ്മെൻറ്റും എക്സസൈസും സൈക്കോളജി കാര്യങ്ങളും വ്യക്തി രൂപീകരണം, ജീവിത മൂല്യങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തിത്വ വികാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഒക്കെ അടങ്ങുന്ന ഒന്നാണ് ഈ ബ്രൈറ്റ് അക്കാഡമി. അതിപ്പോൾ പുതിയ മേടും ഭാവവും രൂപമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നതിന് നമുക്ക് സന്തോഷിക്കാം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇനിയും ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നല്ല കാര്യങ്ങളാണ് ഇന്ന് ഫൈസൽ സാർ നമുക്ക് പറഞ്ഞു തന്നത്. കഥയിലൂടെയും അനുഭവത്തിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാവുന്നതാണ്. അങ്ങനെ നമുക്ക് മുന്നോട്ട് സന്തോഷത്തോടെ പോവാം. നല്ലൊരു അനുഭവമാണ് ഇന്നുണ്ടായത്. നന്ദി. സാറ്റർഡേ സൺഡേ വരുമ്പോഴേ കുറ്റം പറയില്ല, ഞങ്ങൾക്ക് 2 ദിവസം ലീവ്, അവർക്ക് ഒരു ദിവസം ഞായറാഴ്ച മാത്രമേ ലീവുള്ളൂ. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം വരുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര ഒരുക്കാണ് രാവിലെ മുതൽ. അപ്പോൾ ഞാൻ പറയും കുറച്ച് നേരം ഉച്ചയ്ക്ക് ശേഷമെങ്കിലും ഇവിടെ ഇരുന്നൂടെ, വീട്ടിൽ ഞങ്ങളെല്ലാവരും മക്കളും ഞാനും ഉണ്ട്, കുറച്ച് നേരമെങ്കിലും ഞങ്ങളുടെ കൂടെ ഇരുന്നൂടെ. എങ്ങോട്ടോ വല്ല ഡൽഹി പോകണ ടൂറ് പോകണ പോലെ ഒരുക്കം കണ്ടാൽ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ പോലെ തോന്നും. അപ്പോൾ ഞാൻ അങ്ങനെ പറയും, ഒരു പ്രസംഗം പഠിക്കാനല്ലേ ഈ പോണത്, എന്താണ് ആ പ്രസംഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും പൊതുവെ അധികം പേർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം. ഇങ്ങനെ ഓരോ പ്രസംഗിക്കുക എന്നൊക്കെ കേൾക്കുമ്പോൾ ഈ ക്ലാസ്സിൽ ഇപ്പോൾ എത്ര എന്താ ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴേ ഈ പ്രസംഗം മാത്രമല്ല, പഠിക്കൽ മാത്രമല്ല, പാട്ടുണ്ട്, കഥയുണ്ട്, കളികളുണ്ട്. ഇതിൽ കൂടെ പ്രസംഗം മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അറിവുകൾ നമ്മൾ അറിയാതെ തന്നെ പഠിച്ചു പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കുറച്ചൊക്കെ അറിവുണ്ട് എന്ന് വിചാരിച്ചിരുന്നാണ്, എപ്പോഴാണ് ഞാൻ സീറോയിലാണ് കിടക്കണമെന്ന് മനസ്സിലായത്. ഒരുപാട് ബുക്കുകൾ വായിക്കുന്നതിന് ഞാൻ കുറേ വിഷമിച്ചിരുന്ന ആളാണ്. ഞാൻ വായിക്കല്ല, അവർ വായിക്കുന്നതിന്. ഞാൻ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നുള്ളൊരു വിഷമം. അതുപോലെ വീട് വെക്കുന്ന സമയത്ത് ഒരു റൂം മൊത്തം ലൈബ്രറി വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇയാൾക്ക് എന്തിനാ ഭ്രാന്താണ്, ഒരു വീട് മൊത്തം ലൈബ്രറി, ഒരു റൂം, ചുമര്. ഇപ്പോൾ അതേപോലെ ഒരു ചുമര് മൊത്തം ഞാൻ ഇങ്ങനെ ആക്രിക്കാർ വരുമ്പോൾ പറയാം പഴയ ബുക്കെല്ലാം കൊടുക്കുക, ഒന്നും കൊടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കാം, ഇപ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം, ഇതൊക്കെ ഇതിനായിരുന്നു, ഒരുപാട് അറിവുകളുണ്ടെന്നിപ്പോൾ മനസ്സിലായി. ഇപ്പോൾ വായിക്കുന്നത് നിൽക്കും, ഇങ്ങനെ ബുക്ക് കൊടുന്നു തരും, ഇതൊന്ന് വായിച്ചു നോക്കുക, ഇത്ര കട്ടി ഉണ്ടാവും, അത് കാണുമ്പോൾ തന്നെ തല അങ്ങനെ പെരുക്കും. അത് 2-3 ദിവസം കൊണ്ട് ഒക്കെ വായിച്ചു തീർക്കും. ഞാനാണെങ്കിൽ അത് തലക്ക് വെച്ച് കിടക്കുകയുള്ളൂ. അത്രക്കും വായനയുടെ പ്രാധാന്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതേപോലെ തന്നെ ആവും നിങ്ങൾ ഓരോരുത്തരും. കാരണം ഓരോരുത്തരുടെ പ്രസംഗം കേൾക്കുമ്പോഴും ഇത്രത്തോളം അറിവുള്ള ആൾക്കാരാണല്ലോ എന്നിങ്ങനെ ചിന്തിച്ചു പോവാണ്. അപ്പോൾ ഇതേപോലെ ഇനി വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സന്തോഷം എന്തായാലും.